ആൽപ്സിലെ പുലർകാലം. റോഡ് പതിയെ താഴേക്ക് ഇറങ്ങി തുടങ്ങുകയാണ്. ആ കൂറ്റൻ മലനിരകളുടെ ഗൗരവം കുറഞ്ഞു വരുന്നത് പോലെ തോന്നും. നമ്മൾ വെറുമൊരു ദൂരമല്ല ഇവിടെ താണ്ടുന്നത്, മറിച്ച് ഓരോ കിലോമീറ്ററിലും മാറുന്ന പ്രകൃതിയുടെ ഭാവങ്ങളാണ്. മുകളിൽ മഞ്ഞും പാറകളും മാത്രമായിരുന്നു ലോകമെങ്കിൽ താഴേക്ക് വരുന്തോറും വായുവിൽ പൈൻ മരങ്ങളുടെയും നനഞ്ഞ മണ്ണിന്റെയും ആ ഗന്ധം പടരുന്നുണ്ട്. റോഡരികിലെ ആ കല്ലുമതിലുകൾ കണ്ടോ? അത് ആൽപ്സിലെ ഒരു പ്രത്യേകതരം നിർമ്മാണ രീതിയാണ്. പ്രകൃതിയെ തോൽപ്പിക്കാനല്ല, മറിച്ച് മലഞ്ചെരിവുകളിൽ ജീവിതത്തെ എങ്ങനെ ചേർത്ത് നിർത്താം എന്നതിന്റെ തെളിവുകളാണത്. സൂര്യൻ പതിയെ ഉയർന്നു വരുന്നുണ്ട്. മലയുടെ ഒരു വശത്ത് മഞ്ഞ് വെട്ടിത്തിളങ്ങുമ്പോൾ മറുവശം കടുത്ത ഇരുട്ടിലാണ്. ഈയൊരു വെളിച്ചവ്യത്യാസം കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. ഈ പ്രദേശത്തെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇതിഹാസ പർവ്വതാരോഹകൻ റെയിൻഹോൾഡ് മെസ്നറുടെ വാക്കുകളാണ്. മലകൾ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ഏകാന്തതയെക്കുറിച്ചാണെന്ന് അദ്ദേഹം പറയുമായിരുന്നു. ഓരോ വളവ് തിരിയുമ്പോഴും പ്രകൃതിയുടെ ഓരോ പുതിയ ശില്പങ്ങളാണ് നമുക്ക് മുന്നിൽ തെളിയുന്നത്. പ്രഭാതമഞ്ഞിലൂടെ നോക്കിയാൽ താഴെ ദൂരെയായി ചെറിയ വീടുകളും തോട്ടങ്ങളും കണ്ടു തുടങ്ങാം. ട്രെൻഡോയ്ക്കും ബോൾസാനോയ്ക്കുമിടയിലുള്ള ഈ പ്രദേശം ആപ്പിൾ തോട്ടങ്ങൾക്കും മുന്തിരിപ്പാടങ്ങൾക്കും പേരുകേട്ടതാണ്. ഈ തണുപ്പുകാലത്തും ആ തോട്ടങ്ങൾ കാണാൻ ഒരു പ്രത്യേക അഴകാണ്. മുകളിൽ കാണുന്ന ആ വന്യമായ പ്രകൃതിയും താഴെ മനുഷ്യരുണ്ടാക്കിയെടുത്ത ഈ കൃത്യതയും തമ്മിലുള്ള മാറ്റം അത്ഭുതപ്പെടുത്തും. ഇവിടത്തെ മണ്ണിന്റെ ഗുണം കൊണ്ടുതന്നെ ഇവിടെ ഉണ്ടാക്കുന്ന വീഞ്ഞിനും ആ മലകളുടെ ഒരു രുചിയുണ്ടെന്ന് പറയാറുണ്ട്. നമ്മൾ ഇപ്പോൾ കടന്നുപോകുന്നത് ചരിത്രം ഉറങ്ങുന്ന പാതകളിലൂടെയാണ്. നീച്ച പറഞ്ഞതുപോലെ ഈ മലനിരകളിലെ നേർത്ത കാറ്റ് നമ്മുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകളെയെല്ലാം മായ്ച്ചുകളയാൻ കെൽപ്പുള്ളതാണ്. സത്യത്തിൽ ഈ ഓരോ കിലോമീറ്ററും ഓരോ ചരിത്ര താളുകൾ മറിക്കുന്നത് പോലെയാണ്. കാറിനുള്ളിലെ ഹീറ്ററിന്റെ ചൂടിൽ പതുക്കെ പാട്ടുകൾ കേട്ടും സുഹൃത്തുക്കളോട് സംസാരിച്ചും ഇങ്ങനെ പോകുമ്പോൾ കിട്ടുന്നൊരു സുഖം അത് വേറെ തന്നെയാണ്. ഇപ്പോൾ ബ്ലൂ ഹവറൊക്കെ കഴിഞ്ഞ് വെളിച്ചം നന്നായി വീണു തുടങ്ങി. ആ മലമുനമ്പുകളിൽ വെയിൽ തട്ടി സ്വർണ്ണ നിറമായി മാറുന്നത് കണ്ടോ? കണ്ണിമയ്ക്കാതെ നോക്കി നിന്നു പോകുന്ന നിമിഷങ്ങൾ. നമ്മുടെ താഴെ അടികെ നദി ഒരു വെള്ളിനൂൽ പോലെ ഒഴുകുന്നുണ്ട്. നൂറ്റാണ്ടുകളായി ഈ പാതയിലൂടെ എത്രയോ മനുഷ്യർ കടന്നുപോയിട്ടുണ്ടാകണം. മലനിരകൾക്കിടയിലെ ആ ചെറിയ പള്ളി ഗോപുരങ്ങൾ കണ്ടോ? ലാഡിൻ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേക വിഭാഗക്കാരാണ് അവിടെ താമസിക്കുന്നത്. റോമൻ സാമ്രാജ്യത്തെക്കാൾ പഴക്കമുള്ള സംസ്കാരമാണ് അവരുടേത്. റോഡിലെ ഈർപ്പത്തിൽ വെയിൽ തട്ടി നീരാവി ഉയരുന്നത് കാണുമ്പോൾ രാത്രി അവസാനിച്ചു എന്ന് നമുക്കുറപ്പിക്കാം. ആൽപ്സിലെ പകൽ പിറക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ പിന്നിട്ട ആ മലനിരകൾ നീലാകാശത്തിന് താഴെ ഒരു മതിൽ പോലെ നിൽക്കുന്നത് കാണാം. ഇത്രയും നേരം നമ്മൾ വന്ന ആ റോഡ് ഇപ്പോൾ ഒരു ചെറിയ നൂലിഴ പോലെ തോന്നും. ഈയൊരു യാത്ര നമ്മളിൽ ഉണ്ടാക്കുന്ന സംതൃപ്തി വാക്കുകൾക്കപ്പുറമാണ്. താഴേക്ക് വരുന്തോറും തണുപ്പിന് ചെറിയൊരു മാറ്റം തോന്നിത്തുടങ്ങും. എങ്കിലും ആ മഞ്ഞിന്റെ ഓർമ്മകൾ വായുവിൽ ഇപ്പോഴുമുണ്ട്. മഞ്ഞുമലകൾ കഴിഞ്ഞ് നമ്മൾ ബോൾസാനോ നഗരത്തിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ്. എങ്കിലും ആ മലമുകളിലെ ശാന്തത ഇപ്പോഴും കൂടെയുണ്ട്. പുതിയ സ്ഥലങ്ങൾ കാണാൻ മാത്രമല്ല, നമ്മുടെ ഉള്ളിലെ നമ്മളെ തന്നെ മാറ്റാനാണ് നമ്മൾ യാത്രകൾ ചെയ്യുന്നത്. ഈ പ്രഭാതം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നേയുള്ളൂ:
നമ്മൾ തേടിയിറങ്ങാൻ തയ്യാറാണെങ്കിൽ ഈ ലോകത്ത് അതിമനോഹരമായ ഒരു സൗന്ദര്യമെന്നും നമുക്കായി കാത്തിരിപ്പുണ്ടാകും. ഓടുന്ന കാറിനുള്ളിലെ ലോകത്തിന് എപ്പോഴും ഒരു പ്രത്യേക താളമുണ്ട്. പുറത്ത് മരങ്ങളും താഴ്വരകളും ആകാശവുമൊക്കെ വേഗത്തിൽ മിന്നിമറയുമ്പോൾ കാറിനുള്ളിലെ ആ ചെറിയ ഇടം നമുക്കൊരു അഭയകേന്ദ്രമായി മാറും. ഒറ്റയ്ക്കുള്ള യാത്രയിൽ നമ്മൾ ലോകം കാണുക മാത്രമേ ചെയ്യുന്നുള്ളൂ. എന്നാൽ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ കൂടെയാകുമ്പോൾ നമ്മൾ ആ ലോകത്തെക്കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും. ഓരോ ദൂരവും പിന്നിടുമ്പോൾ ഈ കാർ വെറുമൊരു വാഹനം അല്ലാതാകുന്നു. അതൊരു ചലിക്കുന്ന ലൈബ്രറിയോ പാഠശാലയോ ആയി മാറുകയാണ്. പണ്ട് ലിയോ ടോൾസ്റ്റോയ് പറഞ്ഞതുപോലെ മനുഷ്യരെ തമ്മിൽ ആഴത്തിൽ ബന്ധിപ്പിക്കുന്നത് അവരുടെ സംസാരങ്ങളാണ്. ഒരു റോഡ് ട്രിപ്പ് നമ്മൾ അളക്കേണ്ടത് വണ്ടി ഓടിയ കിലോമീറ്ററുകൾ വെച്ചല്ല, മറിച്ച് ആ യാത്രയിൽ നമ്മൾ പങ്കുവെച്ച ചിന്തകളുടെ ആഴം വെച്ചാണ്. ജനാലയ്ക്കപ്പുറം മഞ്ഞിൽ പുതച്ചു നിൽക്കുന്ന ഈ പർവ്വതങ്ങളെ നോക്കുമ്പോൾ മാറ്റമില്ലാതെ നിൽക്കുന്ന ആ ശിലകൾ നമ്മോട് ചോദിക്കുന്നത് ഇതാണ്: നമ്മൾ എവിടേക്കാണ് പോകുന്നത്? ജീവിതം തന്നെ ഒരു യാത്രയാണെങ്കിൽ മരണം എന്നത് അതിന്റെ അവസാനത്തെ സ്റ്റോപ്പാണോ അതോ മറ്റൊരു വലിയ യാത്രയുടെ തുടക്കമാണോ? റൂമി ഒരിക്കൽ പറഞ്ഞതുപോലെ, വിട പറയൽ എന്നത് കണ്ണുകൾ കൊണ്ട് മാത്രം സ്നേഹിക്കുന്നവർക്കുള്ളതാണ്. ഹൃദയവും ആത്മാവും കൊണ്ട് സ്നേഹിക്കുന്നവർക്ക് വേർപിരിയൽ എന്നൊന്നില്ല. ഒരുപക്ഷെ മരണമെന്നത് ഈ യാത്രയുടെ അവസാനമല്ല, മറിച്ച് ദൂരെയുള്ള ആ മലനിരകൾക്കപ്പുറം നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു ലോകത്തിലേക്കുള്ള പ്രവേശന കവാടമായിരിക്കാം. ഈ തണുത്ത കാറ്റിലും മഞ്ഞിന്റെ പുതപ്പിലും നമ്മൾ സംസാരിക്കുന്നത് വെറുമൊരു കഥയല്ല, മറിച്ച് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ചാണ്. ദൈവശാസ്ത്രത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഈ തുറന്ന റോഡുകളേക്കാൾ നല്ലൊരു ദേവാലയം വേറെയുണ്ടാകില്ല. നൂറ്റാണ്ടുകളായി ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന ഈ പ്രകൃതിയെ നോക്കുമ്പോൾ ഒരു വലിയ സൃഷ്ടികർത്താവിന്റെ കരവിരുതിൽ നമ്മൾ അറിയാതെ വിശ്വസിച്ചു പോകും. അൽബേർ കാമു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ പിന്നാലെ നടക്കരുത്, ഞാൻ വഴി കാണിച്ചെന്നു വരില്ല. എന്റെ മുന്നിലും നടക്കരുത്, ഞാൻ നിങ്ങളെ അനുഗമിച്ചെന്നു വരില്ല. പകരം എന്റെ കൂടെ നടക്കുക, എന്റെ സുഹൃത്താവുക എന്ന്. കൂടെയുള്ള സുഹൃത്തുക്കൾ നമ്മുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ ദേഷ്യമില്ല, മറിച്ച് പരസ്പരമുള്ള തിരിച്ചറിവുകൾ മാത്രമാണുള്ളത്. ഈ പ്രപഞ്ചത്തിന് അദൃശ്യനായ ഒരു ശില്പിയുണ്ടോ, അതോ എല്ലാം വെറുമൊരു യാദൃച്ഛികതയാണോ? കാറിനുള്ളിലെ ചൂടിലിരുന്ന് നമ്മൾ സംവദിക്കുമ്പോൾ ആ ആവേശകരമായ തർക്കങ്ങൾക്കിടയിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഇതാണ് സത്യമെന്നത്. ഒരാളുടെ മാത്രം കൈവശമുള്ള ഒന്നല്ല, അത് ഓരോരുത്തരും ഓരോ യാത്രയിലൂടെ കണ്ടെത്തുന്ന ഒന്നാണ്. നമ്മുടെ ജീവിതം തന്നെ സുഹൃത്തുക്കളോടൊപ്പമുള്ള ഒരു വലിയ യാത്രയാണ്. നമ്മളൊരു റെയിൽവേ സ്റ്റേഷനിൽ കണ്ടുമുട്ടുന്ന അപരിചിതരെ പോലെയാണ്. ഒരേ ട്രെയിനിൽ കുറച്ചു ദൂരം നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യുന്നു. ചിലർ നേരത്തെ ഇറങ്ങുന്നു, ചിലർ കൂടുതൽ ദൂരം വരുന്നു. പക്ഷേ ആ യാത്രക്കിടയിൽ നമ്മൾ കൈമാറുന്ന ചിന്തകളാണ് നമ്മെ ശരിക്കും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഹെൻറി ഡേവിഡ് തോറോ പറഞ്ഞതുപോലെ, യാത്രയുടെ ലക്ഷ്യം ഒരു പ്രത്യേക സ്ഥലത്തെത്തുക എന്നതല്ല, മറിച്ച് കാര്യങ്ങളെ പുതിയൊരു കണ്ണിലൂടെ കാണുക എന്നതാണ്. നമ്മുടെ കൂടെയുള്ളവർ വെറും സഹയാത്രികരല്ല, അവർ നമ്മുടെ ജീവിതമെന്ന പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളാണ്. നമ്മൾ സംസാരിക്കുന്ന ഓരോ വിഷയവും ഓരോ തർക്കവും നമ്മെ നമ്മളിലേക്ക് തന്നെ അടുപ്പിക്കുന്നു. റോഡിലെ വളവുകൾക്കൊപ്പം നമ്മുടെ ചിന്തകളും വളയുന്നുണ്ട്. ചിലപ്പോൾ അവ നേരായ പാതയിലേക്ക് വരും,
ചിലപ്പോൾ കുരുക്കുകളിലേക്ക് വീഴും. എങ്കിലും ആ യാത്ര അവസാനിക്കുന്നില്ല. ഓരോ മലയിടുക്കുകളും ഓരോ ഉത്തരങ്ങളാണ്, ഓരോ താഴ്വരകളും ഓരോ ചോദ്യങ്ങളാണ്. മരണം കഴിഞ്ഞുള്ള ജീവിതത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ സംസാരിക്കുന്നത് ഈ നിമിഷം എങ്ങനെ ജീവിക്കണം എന്നതിനെക്കുറിച്ചാണ്. കൂടെയുള്ള മനുഷ്യരുടെ വില നമ്മൾ അറിയുന്നത് ഇത്തരം മൗനങ്ങളിലൂടെയും സംസാരങ്ങളിലൂടെയുമാണ്. ഒടുവിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ വണ്ടിയുടെ ഇരമ്പൽ നിൽക്കും. നമ്മുടെ തർക്കങ്ങൾക്കൊന്നും ഒരുപക്ഷെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടുണ്ടാകില്ല. പക്ഷെ വണ്ടിയിൽ നിന്ന് പുറത്തിറങ്ങി ആ തണുത്ത കാറ്റേറ്റ് നിൽക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: ആ തർക്കങ്ങൾ ഒരിക്കലും ജയിക്കാൻ വേണ്ടിയായിരുന്നില്ല, മറിച്ച് ജീവിതത്തിന്റെ അർത്ഥമെന്താണെന്നുള്ള ഒരു കൂട്ടായ അന്വേഷണമായിരുന്നു അത്. യാത്രകൾ മനോഹരമാകുന്നത് അത് നമുക്ക് പുതിയ കാഴ്ചകൾ നൽകുന്നതുകൊണ്ടാണ്. എന്നാൽ ആ യാത്രകൾ പ്രിയപ്പെട്ടവരോടൊപ്പം ദാർശനികമാകുന്നത് ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിയാൻ അവർ നമ്മെ സഹായിക്കുമ്പോഴാണ്. അതെ, വണ്ടി നിൽക്കും, പക്ഷേ നമ്മുടെ ഉള്ളിൽ തുടങ്ങിയ ആ പുതിയ യാത്ര ഒരിക്കലും അവസാനിക്കില്ല.